ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള 3 ഐറ്റം സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അതിന് ആവശ്യമായത് റവ നമ്മൾ വറുത്തതൊന്നുമല്ല. റവ വറുത്തതും എടുക്കാം, വറുക്കാത്തതും എടുക്കാം. അത് ഏതായാലും കുഴപ്പമുള്ളതല്ല. റവ, നാളികേരം, പഞ്ചസാര. ഇനി നമുക്ക് ഈ റവയിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് കുഴയ്ക്കണം. അത് കൈകൊണ്ട് കുഴയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴേ നമ്മളെ തേങ്ങയിലെ പാലെല്ലാം ഈ മാവിലേക്ക് ചേരുള്ളൂ. സ്പൂണിട്ട് കുഴയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നന്നായിട്ടുണ്ട് മിക്സ് ആവില്ല. അപ്പോൾ നമ്മളെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴക്കിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ അത് ഉപകാരപ്പെടും. പായസത്തിലൊന്നും നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ട. ബാക്കി ഇതുണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൽ ആ തേങ്ങയിലെ പാലെല്ലാം അതിൽ പിടിച്ചു. അപ്പോൾ പഞ്ചസാര തരിയായിട്ട് കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഇനി തരിയായിട്ട് വേണ്ടാന്നുള്ളവർക്ക് അത് ഒന്ന് പൊടിച്ച് ചേർക്കാം. നല്ലതായിട്ട് പൊടിക്കണ്ട, മിക്സിയിൽ ഒരൊറ്റടി അടിച്ചാൽ മതി. ഇനി ഇത് ചെറിയ ബോളുകളാക്കി എടുക്കാം. നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇത് ചെറിയ ബോളുകളാക്കി എടുക്കുന്നതാണ് നല്ലത്. വലിയ ബോളാകുമ്പോൾ ഉള്ളു വേവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ചെറിയ ബോളാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാനും ഉള്ളു വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് ചെറിയ ബോളാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോഴൊരു രസമല്ലേ. കുട്ടികൾക്ക് പറഞ്ഞപ്പോഴാണ്, കുട്ടികൾക്ക് ബോളിനേക്കാളും പല ഷേപ്പുകളാണ് ഉണ്ടാവുക. കുട്ടികൾക്ക് കാണുമ്പോൾ ഭംഗി തോന്നുന്ന എന്ത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതൊക്കെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വറുക്കാത്ത റവ ആയത് കാരണം വലിയ കട്ടില്ലാതെ ഇതാക്കുന്നതാണ് നല്ലത്. അപ്പോൾ വേഗം ഉള്ളൊക്കെ ഒന്ന് വേവാനൊക്കെ നല്ലതല്ലേ. കട്ടി കൂടുമ്പോൾ ഉള്ളു വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ മാവെല്ലാം ചെറിയ ബോളാക്കി എടുക്കാം. അപ്പം നമ്മുടെ മാവെല്ലാം ചെറിയ ബോളുകളാക്കി എടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ. പക്ഷെ ഇത് ബോളൊന്നും ആയിട്ടില്ല കേട്ടോ, എന്തൊക്കെയോ ഷേപ്പ്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോളുകൾ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോളുകളെല്ലാം റെഡി ആയിരിക്കുന്നു. ഇതുണ്ടല്ലോ, ഇത് മൂത്ത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ബോളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം മറിച്ചിടാനൊക്കെ. നല്ല കറുപ്പാവേണ്ട, ഒരു ചെറിയ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കോരാം. ഇട്ട പാടെ നമ്മൾ ബോളുകൾ ഇളക്കി കൊടുക്കരുത്. ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോളൊക്കെ പൊടിയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ വലിയ ചട്ടകൊന്നും ഇടേണ്ട, ചെറിയ സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതാണ് നല്ലത്. ഉടയാതിരിക്കാനൊക്കെ നല്ലത് അതാണ്. അടുത്ത സെക്ഷൻ ഇട്ടിട്ടുണ്ട്. ഇനി അതും ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്കത് മറിച്ചിടാം. പിന്നെ നിങ്ങളവിടെയൊക്കെ കൊറോണയുടെ ലോക്ക്ഡൗണൊക്കെ എങ്ങനെയാണ്? സ്ട്രോങ് ആയിട്ടുണ്ടോ അതോ ചെറുതായിട്ടുള്ളൂ? ഞങ്ങളിവിടെയൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്. പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല.
വീട്ടിൽ തന്നെ കുത്തിരിക്കുക, എന്താ സുഖം. അപ്പം നമ്മുടെ ഇത് വറുത്തായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന നല്ല സ്നാക്സാണിത്. അപ്പോൾ നമ്മുടെ റവ ബോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.